ഹലോ ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്ഥലത്ത് പോവാണ്. അത് ഷൂട്ടിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ആ സ്ഥലം നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ നെക്സ്റ്റ് ടൈം ഷൂട്ടിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് ഫസ്റ്റത്തെ കോസ്റ്റ്യൂം. കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പം ആറ്റിങ്ങലാണ് വന്നത്. രാമേന്ദ്രനാണ്. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ഈ ഫസ്റ്റത്തെ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലോട്ട് പോയി. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് ഷൂട്ടിനുള്ള ലൊക്കേഷനിലായിട്ട് പോയി. അപ്പോൾ ആ സെക്കൻഡ് ഷൂട്ടിൻ്റെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. ആ സ്ഥലം പിരപ്പമൺകോട് എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ പാടശേഖരത്ത് വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ഷൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം കൂടി ഇതിൽ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ കാണാം. നമ്മളിതേ ബില്ലിങ്ങിലെത്തി. ബില്ലിങ്ങിൽ വെയിറ്റ് ചെയ്യുക ബില്ലടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ലിഫ്റ്റിൻ്റെ അകത്തെ ക്ലാസ്സിൽ നോക്കുമ്പോഴാണ് നമ്മൾ ഫുൾ കാണാൻ പറ്റും. നമ്മളെപ്പോഴും മീൻ കണ്ട് റെഡിയാവുന്നതെല്ലാം അതിൽ കാണാം. പിന്നെ കഥകളി ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. അതിനിപ്പോൾ വീഡിയോ വരുമ്പോൾ റീല് വരുമ്പോൾ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇന്നത്തെ ഷൂട്ടിന് തന്നെ ആവശ്യമുള്ള വള കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം വള വാങ്ങാൻ വേണ്ടിയിട്ട് ആ സെക്ഷനിൽ വന്നു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോണു. അതിൻ്റെ കാര്യം ശരിക്കും വിട്ടുപോയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഓർത്തത്. ഇത് നമ്മളെ ഫസ്റ്റ് ലൊക്കേഷനായിരുന്നു. വീരളം അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ അധികം നല്ല ഇതൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു റീലിനുള്ള കുറച്ചെടുത്തിട്ട് നമ്മൾ മറ്റേ രണ്ടാമത്തെ സ്ഥലത്തോട്ട് പോയി. ഇതിപ്പോൾ അനന്തുവാണ് കൂടെ ഉള്ളത്. അനന്തുവിൻ്റെ കൂടെ നമ്മൾ പോയത്. ഇതാണ് രണ്ടാമത്തെ കോസ്റ്റ്യൂം. അനന്തുവിൻ്റെ വീട്ടിൽ വെച്ചാൽ നമ്മൾ ഒരുങ്ങി പോയത്. പിന്നെ നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ലോഡ് സാധനങ്ങളും ഉണ്ട് കൊണ്ടുപോകാനായിട്ട്. ഇതേ നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. നമുക്ക് ഈ സൈഡ് ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും കുറച്ചൊക്കെ. എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. നമ്മളിതേ അങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. മൊത്തത്തിൽ ഒരു പോക്കാമാറ കണക്കാണ് കണ്ടത്. എന്തൊക്കെയാണ് എടുത്തതെന്നൊന്നും അറിയത്തില്ല. എടുത്തത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം മൊത്തത്തിൽ പച്ചയായിട്ട് അങ്ങ് ഒരുപാട് സ്ഥലമായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പം നമുക്ക് എവിടെ ചെന്നെന്ന് വേണോ ഫോട്ടോഷൂട്ട് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇടയ്ക്കിടയ്ക്കെല്ലാം വരി ഇട്ടിട്ടുണ്ട്. നടക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു വരി പോലെ വഴി ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ആ ഡ്രസ്സിനൊരു ഷാൾ കൂടിയുണ്ട്. മീനും അതൊക്കെ എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് അതിട്ടില്ല. അതിട്ടിട്ട് ഷൂട്ട് എടുത്തില്ല. അപ്പോൾ പിന്നെ അതൊക്കെ എൻ്റെ ഷോൾഡറിലുണ്ട്. ഞാനും അനന്തും അവിടെ പോസ്റ്റായിട്ട് നിന്നു. നല്ല ഭംഗിയുള്ളൊരു ഏറുമാടമുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നിട്ടും അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടും വ്യൂ. നല്ല രസമുണ്ട്. പക്ഷേ ഒരു ടൈം 5 പേർക്ക് കൂടുതൽ കയറാൻ പറ്റത്തില്ല. കാരണം അത്രയും ചെറിയൊരു ഏറുമാടമാണ്. ഒരാൾ ഇവിടെ കിടന്നും ഇരുന്നും ഒക്കെ ഫോൺ വിളിക്കുന്നുണ്ട്. പിന്നെ വേറൊരാൾ ഓടുന്നുണ്ട്. നമുക്ക് കാണാം വഴി. ഞങ്ങൾ ഷൂട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരു ഞാൻ ക്യാമറാമാൻ എന്ന് പറയുന്ന ആ പേജിൽ ഇൻസ്റ്റാ പേജും ഉണ്ട്, പുള്ളിക്ക് യൂട്യൂബും ഉണ്ട്. അപ്പോൾ അതിൽ ആ പയ്യൻ വന്നിട്ട് ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ഷൂട്ടായിരുന്നു നടന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങി.